നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതാ റീടെൻഷൻ ഡേ നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ്. എല്ലാവരും അവരവരുടെ പ്രിയപ്പെട്ട ഫ്രാഞ്ചൈസികളെക്കുറിച്ച് എന്തൊക്കെ വാർത്തകൾ ലഭിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടി വല്ലാതെ ന്യൂസുകളൊക്കെ പരതുന്നൊരു സമയമാണ്. ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനെ കുറിച്ച് ESPN ക്രിക്കറ്റ് ഇൻഫോയുടെ റിപ്പോർട്ടുണ്ട്. അവരുടെ റീടെൻഷൻ, അതുപോലെ റിലീസ് പോളിസി എന്തായിരിക്കും, മിനി ഓപ്ഷന് പോകുമ്പോൾ എത്ര പേഴ്സായിരിക്കും അവരുടെ കയ്യിലുണ്ടാകുക, എത്ര എമൗണ്ട് ആയിരിക്കും അവരുടെ പേഴ്സിലുണ്ടാവുക എന്നതാണ് നമ്മൾ നോക്കുകയാണ്. CSK മിനി ഓപ്ഷന് പോകുമ്പോൾ ഏതാണ്ട് ഒരു 30 കോടി രൂപയെങ്കിലും കയ്യിൽ വെച്ചുകൊണ്ടായിരിക്കും പോവുക. അപ്പം അതിന് കുറേ റിലീസുകൾ നടക്കണം. ആ റിലീസുകളിൽ പ്രധാനപ്പെട്ട താരങ്ങളുണ്ടാവണം. അങ്ങനെയാണെങ്കിലാണ് വലിയൊരു എമൗണ്ട് അവർക്ക് ഇങ്ങനെ പേഴ്സിൽ വെക്കാൻ പറ്റുകയുള്ളൂ. നമുക്കറിയാവുന്ന പോലെ രജിൻ രവീന്ദ്ര, ഡെവൻ കോൺവോയ്, ഈ താരങ്ങളുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് എല്ലാവരും ഇട്ട് നോക്കുന്നുണ്ട്. ഡെവൻ കോൺവോയെ റിലീസ് ചെയ്യും, രജിനെ ചിലപ്പോൾ നിലനിർത്തിയേക്കുമെന്ന തരത്തിൽ ചില വിദഗ്ധരുടെയൊക്കെ നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ESPN ക്രിക്കറ്റ് ഇൻഫോ വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, രജിൻ കോൺവേ ലൈക്ലി ടു ബി റിലീസ്ഡ്. രണ്ടുപേരെയും റിലീസ് ചെയ്യാനാണ് സാധ്യത. കഴിഞ്ഞ തവണത്തെ CSKയുടെ പ്രധാനപ്പെട്ട പിഴവുകളിലൊന്ന് അവരുടെ ബാറ്റിംഗ് നിര ക്ലിക്കായില്ല എന്നുള്ളതാണ്. സീസണിൻ്റെ അവസാനമായപ്പോഴേക്കും കുറച്ച് യുവതാരങ്ങളൊക്കെ കത്തിക്കയറി, പിന്നെ ബ്രവിസിൻ്റെ വരവൊക്കെ കൊണ്ട് കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും ബാറ്റിംഗ് നിരയുടെ വീഴ്ച വല്ലാതെ അവരെ പിടിച്ചുലച്ചിരുന്നു. സോ ബാറ്റിങ്ങിൽ ഒരു വലിയ മാറ്റത്തിലേക്ക് അവർ പോയേക്കും. അതിൻ്റെ ഭാഗമായിട്ട് രജിനും കോൺവേയും റിലീസ് ചെയ്യും എന്ന് മാത്രമല്ല ഒരുപാട് ഇന്ത്യൻ ബാറ്റേഴ്സിനെയും റിലീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ESPN ക്രിക്കറ്റ് ഇൻഫോ റിപ്പോർട്ട് ചെയ്യുന്നത്. ദെൻ ബൗളിങ്ങിൻ്റെ കാര്യത്തിലോ പതിരാന കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ സീസണിൽ മിന്നും പ്രകടനം നടത്തി. പക്ഷേ കഴിഞ്ഞ സീസണിൽ അത്ര ഷാർപ്പായിരുന്നില്ല, ആക്യുറസി കുറവായിരുന്നു. സോ അദ്ദേഹത്തെ എന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. അദ്ദേഹത്തെ റിലീസ് ചെയ്തേക്കും എന്ന് ചിലരൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം പതിരാന ലൈക്ലി ടു സ്റ്റേ. പതിരാന അവിടെ തുടരാൻ തന്നെയാണ് സാധ്യത. അതോടൊപ്പം തന്നെ പല ഫ്രാഞ്ചൈസികളും എല്ലിസിൻ്റെ കാര്യത്തിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. T20 നമുക്കറിയാം ഓസ്ട്രേലിയക്കാരൻ നദാൻ എല്ലിസ് വലിയ രൂപത്തിൽ ഇപ്പോൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിലൊക്കെ. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് CSKയോട് പല ഫ്രാഞ്ചൈസികളും എല്ലിസിനെ സ്വന്തമാക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നു. പക്ഷേ CSK അവരോടൊക്കെ നോ പറഞ്ഞിരിക്കുകയാണ്. നോ, എല്ലിസിനെ തങ്ങൾക്ക് വേണം, നിലനിർത്തും എന്ന് തന്നെയാണ് CSKയുടെ നിലപാട്. അപ്പോൾ ഇതാണിപ്പോൾ CSKയുമായി ബന്ധപ്പെട്ട് ലഭ്യമാവുന്ന വിവരങ്ങൾ. സോ രജിനും കോൺവേയും അടക്കമുള്ളവരെ റിലീസ് ചെയ്യും, പല ഇന്ത്യൻ ബാറ്റർമാരെയും അവർ റിലീസ് ചെയ്യും. അതുപോലെ പതിരാനയെ അവർ ഹോൾഡ് ചെയ്യാൻ തന്നെയാണ് സാധ്യത, അതായത് അവർ നിലനിർത്താൻ തന്നെയാണ്, റിട്ടേൺ ചെയ്യാൻ തന്നെയാണ് സാധ്യത. എല്ലിസിനെ എന്തായാലും കൈവിടുകയുമില്ല. ബാക്കി വിവരങ്ങൾ നമുക്ക് വരുന്ന മുറക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോക്സിൽ എത്താം.